ഈ പാങ്ങിലെ സ്കൂളിൽ നിന്ന് പോയ അധ്യാപകരാണെന്നാണല്ലോ മനസ്സിലാക്കുന്നത്. ഏത് സ്കൂളാണ്, ആരൊക്കെയാണ് സ്വദേശികൾ, അവിടെ തന്നെയുള്ളവരാണ് എന്നാണോ അറിയാൻ കഴിയുന്നത്? എന്തോ പാങ് പള്ളിപ്പറമ്പ് സ്കൂളിലെ അധ്യാപകരും അവരുടെ കുടുംബാംഗങ്ങളുമാണ് ഈ വാഹനത്തിലുണ്ടായിരുന്നത്. ഇന്ന് വൈകിട്ടോടെയാണ് ഈ അപകടം സംഭവിക്കുന്നത്. 16 പേരാണ് ഈ വാഹനത്തിലുണ്ടായിരുന്നെന്നാണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്ന വിവരം. ഇതിൽ 9 പേര് ഈ സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചെന്നും നമുക്ക് വിവരം ലഭിക്കുന്നുണ്ട്. ഇവരെ പൊള്ളാച്ചി ജനറൽ ആശുപത്രിയിലാണ് ഇപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത്. ബാക്കി 3 പേരെ, അതിഗുരുതരമായി പരിക്കേറ്റ 3 പേരെ കോയമ്പത്തൂരിലെ ആശുപത്രിയിലേക്ക് മാറ്റിയെന്നും ഇവിടുന്ന് വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. ഇന്ന് വെള്ളിയാഴ്ച പകലാണ് ഈ ദാരുണ അപകടം ഉണ്ടാകുന്നത്. മലയാളികൾ സഞ്ചരിച്ച ടെമ്പോ ട്രാവലർ അതാകമായ, അതായത് എയർപിൻ യായിരുന്നു. ആകെ 16 പേരാണ് ഈ വാഹനത്തിലുണ്ടായിരുന്നത്. മലപ്പുറം സ്വദേശികളാണ്. മലപ്പുറത്തെ വിവിധ ഭാഗങ്ങളിലുള്ള ടീച്ചർമാരുണ്ട് ഇതിൽ. അതുപോലെ ടെമ്പോ സ്വദേശിയുടേതാണ് ഈ വാഹനമെന്ന് അറിയാൻ കഴിയുന്നു. പിന്നെ അപകടത്തിൽപ്പെട്ടവരെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടില്ല. എന്തായാലും ആശുപത്രിയിൽ നിന്ന്, പൊള്ളാച്ചി ആശുപത്രിയിൽ നിന്ന് ഇവിടുത്തെ ആളുകൾക്ക് ലഭിക്കുന്ന വിവരം 9 പേര് ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നു. ഈ പൊള്ളാച്ചി ആശുപത്രിയിൽ 2 പേര് ഗുരുതരമായി പരിക്കുകളോടെ തുടരുന്നു. ബാക്കി 3 പേരെ, അത് ഗുരുതരമായി പരിക്കേറ്റ 3 പേരെ കോയമ്പത്തൂരിലെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. എൽദോ. റൈറ്റ്. പ്രജിത്ത്, ഈ അപകടം നടന്ന സമയത്തിന് ശേഷം അവിടെ രക്ഷാപ്രവർത്തനം ദുഷ്കരമാണ് എന്ന് തോന്നുന്നു. അവിടെ വളരെ പെട്ടെന്ന് വാഹനങ്ങൾ ലഭ്യമാകുന്ന സാഹചര്യമില്ല. നിയന്ത്രണം തെറ്റി മറിഞ്ഞതാണെന്നാണല്ലോ കരുതുന്നത്. എങ്ങനെയാണ് ഈ രക്ഷാദൗത്യം? അത് എളുപ്പമായിരുന്നോ? വളരെ പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞോ? അത് ഈ അപകടം നടന്ന സ്ഥലത്ത് നിന്നും ആശുപത്രിയിലേക്ക് ഏകദേശം 60 കിലോമീറ്ററോളം ദൂരമുണ്ട്. അത് മാത്രവുമല്ല, വിനോദസഞ്ചാരികൾ കൂടുതലായി പോകുന്ന സ്ഥലമാണ് പൊള്ളാച്ചി വാൾപ്പാറ റൂട്ട്. അപ്പൊ അതുകൊണ്ട് പുറകെ വരുന്ന വണ്ടികളും പിന്നെ മലയുടെ താഴത്തുനിന്നുള്ള ആംബുലൻസുകളിലെയും ആളിയാർ ഡാമിന് സമീപമുള്ള ഹോസ്പിറ്റലിൽ നിന്നുള്ള ആംബുലൻസുകളിലെയും വിളിച്ചിട്ടാണ് ഇവർ രക്ഷാപ്രവർത്തനം നടത്തിയത്. വണ്ടി വെട്ടിപ്പൊളിച്ചാണ് കുറെ ആളുകളെ അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തത്. എടുക്കുന്ന സമയത്ത് തന്നെ 8ഓളം പേർ മരിച്ചിരുന്നു. ബാക്കിയുള്ളവരെല്ലാം അബോധാവസ്ഥയിലും, പകുതി പേര് അബോധാവസ്ഥയിലുമായിരുന്നു. പലരുടെയും നില അതീവ ഗുരുതരമായിരുന്നു. കാരണം ഇത് ഒരു 10-60 അടി താഴത്തേക്ക് വണ്ടി മറിയുകയായിരുന്നു. അതായത് 3-4 ഹെയർപിൻ ബെഞ്ചിന് താഴെയാണ് വണ്ടി വന്ന് പതിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന്റെ അപകടം അത്രയും വലുതായത്. ഇതിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടതാകാം ഇത്രയും വലിയ അപകടത്തിന് കാരണം. ഹെയർപിൻ ബെഞ്ചിന് തിരിഞ്ഞു വരുമ്പോൾ അതിന്റെ സമീപത്തുള്ള സംരക്ഷണ ഭിത്തിയിൽ ഇടിച്ചു മറിയുക എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. റൈറ്റ്. ജിഷാദ് ലൈനിലുണ്ടല്ലോ അല്ലേ? ജിഷാദ്, ഈ ഇതിൽ കുടുംബാംഗങ്ങൾ സഹിതമുള്ള യാത്രയായിരുന്നു. കുട്ടികൾ ഉൾപ്പെടെ സംഘത്തിലുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. പരിക്കേറ്റവരുടെ ലിസ്റ്റിൽ കുട്ടികളുടെ പേരുകളൊക്കെ കാണുന്നുണ്ട്. ഇതെങ്ങനെയാണ് സ്കൂളിലെ സ്റ്റാഫ് മെമ്പേഴ്സിന്റെ ഒരു ഫാമിലി ട്രിപ്പ് പോലെയായിരുന്നു? എന്തോ ഇത് അതുപോലെ തന്നെ അധ്യാപകരുടെ മക്കളുമാണ് ഈ അപകടത്തിൽ പെട്ടിട്ടുള്ളത്. 3 കുട്ടികളാണ് നമുക്ക് കിട്ടുന്ന വിവരം. ഇഷാം 12 വയസ്സ്, ഷഹദീൻ 11 വയസ്സ്, മസ്ദീൻ. ശരി ജിഷാദ്, ഒരു നിമിഷം. ഇപ്പോൾ ശ്രീ മഞ്ഞളാംകുഴിയാലി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ മഞ്ഞളാംകുഴിയാലി, ഇപ്പോൾ എന്താണ് ലഭ്യമാകുന്ന വിവരം? ഈ നമ്മൾക്ക് അറിയാൻ കഴിയുന്നത് 9 പേർക്ക് ജീവൻ നഷ്ടമായി എന്നാണ്. എങ്ങനെ അപകടം സംഭവിച്ചു എന്നുള്ളതോ അല്ലെങ്കിൽ ഇപ്പോൾ പരിക്കേറ്റവരുടെ ആരോഗ്യനില എന്താണെന്നോ അത്തരത്തിലുള്ള വിവരങ്ങൾ താങ്കൾക്ക് പരിക്കേറ്റവരുടെ ആരോഗ്യനില മോശമാണ്. അവരെ പിന്നെ കോയമ്പത്തൂരിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് പൊള്ളാച്ചിയിൽ നിന്നും. പൊള്ളാച്ചിയിൽ ഇപ്പോ 9 പേരുടെ ബോഡിയാണ് അവിടെ കിടക്കുന്നത്. 7 സ്ത്രീകള്, 1 പുരുഷൻ, 1 കുട്ടിയാണ്. പിന്നെ ചെറിയൊരു കുട്ടിയെ കൊണ്ടുവരുന്നുണ്ടെന്ന് പറയുന്നു കേട്ടോ. അതിന്റെ കൃത്യമായിട്ടുള്ള വിവരം കിട്ടിയിട്ടില്ല. അത് വളരെ താഴ്ചയിലാണ്, 800ഓളം അടി താഴ്ചയ്ക്കാണ് വീണതെന്നാണ് പറയപ്പെടുന്നത്. വാഹനങ്ങളൊക്കെ ആകെ നശിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിന്റെ അകത്തുള്ള ബോഡികൾ എത്രത്തോളം ഉണ്ടെന്നൊക്കെ കൃത്യമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം എടുക്കുമായിരിക്കും. അപ്പൊ അതിന്റെ വർക്കുകൾ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. KMCCയുടെ പ്രവർത്തകർ മുഴുവനും പൊള്ളാച്ചിയിലും അതുപോലെ തന്നെ ആ പ്രദേശത്തൊക്കെയുള്ള ഞങ്ങൾ എല്ലാവരും വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അവരെല്ലാവരും പോയിട്ടുണ്ട്. അവിടെ ഹോസ്പിറ്റലുണ്ട്. കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോകുന്ന ബോഡി അവിടെ റിസീവ് ചെയ്യാനും പേഷ്യൻസിനെ അവിടെ റിസീവ് ചെയ്യാനും വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും അവിടെ KMCCയുടെ പ്രവർത്തകർ തയ്യാറായി നിൽക്കുന്നുണ്ട്. ഇവിടെ നാട്ടിൽ നിന്ന് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ കുറെ പേര് അങ്ങോട്ട് പോകുന്നുണ്ട്. പിന്നെ അവിടെയുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ വേണ്ടി. ഈ നമുക്ക് ഏറ്റവും സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അടുത്തുള്ളത് കോയമ്പത്തൂരാണോ ഉള്ളത്? പൊള്ളാച്ചിയിൽ പൊള്ളാച്ചിയിൽ പിന്നെ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കോയമ്പത്തൂർ തന്നെയുള്ളൂ. പിന്നെ അതുകൊണ്ടാണ് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ എല്ലാവരെയും അങ്ങോട്ട് മാറ്റുന്നു എന്നാണോ? ഏതേ
ഈ പരിക്കേറ്റ എല്ലാവരെയും കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോകുകയാണ്. പരിക്കേറ്റ 4 ആൾക്കാരുടെയും സീരിയസ് ആയിരുന്നു. അതുകൊണ്ടാണ് പിന്നെ അങ്ങോട്ട് മാറ്റിയിട്ടുള്ളത്. അതുകൊണ്ടാണ് മാറ്റുന്നത്. വളരെ പിന്നെ മോശമായിട്ടുള്ള ഒരു അവസ്ഥയിലാണെന്നാണ് അവിടെയുള്ള പോലീസിന്റെ പിന്നെ ആൾക്കാർ ആദ്യം പറഞ്ഞ സമയത്ത് പറഞ്ഞത്. പോലീസ് ഡിപ്പാർട്ട്മെന്റ് ജില്ലാ ഭരണകൂടവും ഒക്കെ ആയിട്ട് നമുക്ക് ബന്ധപ്പെടാൻ കഴിയുന്നുണ്ടല്ലോ അല്ലെ? ഉണ്ട്. അവിടെ വളരെ റെസ്ട്രിക്റ്റഡ് എൻട്രി ഒക്കെ വളരെ റെസ്ട്രിക്റ്റഡ് ആണ്. പക്ഷെ അവിടെയുള്ള പിന്നെ കൗൺസിലർമാരൊക്കെ സഹായിക്കുന്നുണ്ട്. പിന്നെ KMCC പറഞ്ഞ സംഘടന ഉണ്ട്. അവരൊക്കെ കൃത്യമായിട്ട് സഹായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ അപകടം എങ്ങനെ സംഭവിച്ചു എന്നെങ്കിലും എന്തെങ്കിലും കൃത്യമായിട്ടൊന്നും അറിയില്ല. അതിനെപ്പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് നിവൃത്തിയില്ലല്ലോ. ഓക്കെ, വളരെ നന്ദി. ശ്രീ മഞ്ഞാങ്കുഴിയിലെ MLA ആണ് പ്രതികരിച്ചതിനെ തുടർന്നും പരിക്കേറ്റവരെ കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ള വിവരം MLA പങ്കുവയ്ക്കുന്നു. അതായത് പൊള്ളാച്ചിയിലെ ആശുപത്രിയിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് മാറ്റുകയാണ്. ഗുരുതരമായിട്ടുള്ള പരിക്കാണ് അവിടെ ചികിത്സയിലുള്ളവർക്കും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. കൂടുതൽ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. എന്നാണ് നിന്ന് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് മാറ്റേണ്ട സാഹചര്യമാണ് എന്ന് ശ്രീ മഞ്ഞളാങ്കുഴി അലി പറയുന്നു. ും വലിയൊരു ദുരന്തമാണ്. വാൻ പലവട്ടം മറഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. 13ാം വളവിൽ നിന്ന് 9ാം വളവിലേക്ക് അതിഭീകരമായിട്ടുള്ള ഒരു വീഴ്ച. 800 മീറ്ററോളം താഴ്ചയിലേക്ക് ആ വാഹനം മറഞ്ഞു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത്തരത്തിലുണ്ടായ ഒരു അപകടം, ആ അപകടത്തിൻ്റെ നടുക്കുന്ന വാർത്തയാണ് വൈകുന്നേരം നമ്മളെ തേടിയെത്തിയത്. ഇതാ ഇപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങളും പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്ന പോലെ ആ വാഹനം പൂർണ്ണമായും തകർന്ന സാഹചര്യമാണ്. വാൽപ്പാറയിൽ നിരവധി വിനോദസഞ്ചാരികൾ പോകുന്ന ഇടമാണ്. അവിടെ നിയന്ത്രണം തെറ്റിയാണ് ആ വാഹനം മുകളിൽ നിന്ന് താഴത്തെ റോഡിലേക്ക് പതിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. എത്രത്തോളം വലിയ അപകടമാണ് നമുക്ക് ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാകും.